പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തലക്കീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ കാർ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. മാള ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള മാളക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള ഭരണസമിതി നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന മാളക്കുളത്തിന്റെ നിലവിലുള്ള പേര് മാറ്റാനുള്ള നീക്കം നിഷേധാത്മകമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രണ്ടാം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. ആലപ്പുഴ കാഞ്ഞിരംചിറ മണ്ണാംപറമ്പിൽ ബാബുവാണ് കോട്ടയത്ത് നിന്നും അറസ്റ്റിലായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തലക്കീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ കാർ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ ദേശീയപാതയോരത്തെ സംരക്ഷണ തൂണുകൾ തകർത്താണ് മറിഞ്ഞത്. പാതയോരത്തെ 20 അടിയോളം താഴ്ചയിലേക്ക് വീഴാതെ കാർ തടഞ്ഞു നിന്നത് വലിയ അപകടം ഒഴിവായി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത്. മാള ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള മാളക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള ഭരണസമിതി നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന മാളക്കുളത്തിന്റെ നിലവിലുള്ള പേര് മാറ്റാനുള്ള നീക്കം നിഷേധാത്മകമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാളക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത്. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന മാളക്കുളത്തിന്റെ നിലവിലുള്ള പേര് മാറ്റാനുള്ള മാള ഗ്രാമപഞ്ചായത്തിന്റെ നീക്കം തീർത്തും അപലപനീയമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ടി.കെ. ജിനേഷ് പറഞ്ഞു. മാള അരവിന്ദന് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് ഫൗണ്ടേഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഏകദേശം 9-10 വർഷത്തിൽ പിന്നിട്ടിരിക്കുകയാണ്. ആ മാള അരവിന്ദൻ്റെ സ്മാരകം പണിയാൻ കഴിഞ്ഞ 2 ടേമുകളായിട്ട് മാള പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ആ കഴിവുകേട് മറയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പഞ്ചായത്ത് രാജ് ബില്ല് അവതരിപ്പിച്ച് പഞ്ചായത്തിന് ഇത്തരത്തിലുള്ള അധികാരം നൽകിയ വ്യക്തിയുടെ പേര് തന്നെ മാറ്റി വേറെ പേര് ഇടുന്നതിനോട് കോൺഗ്രസ്സിന് എതിർപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാളയിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പേര് തമസ്കരിക്കുന്നത് LDF ഭരണസമിതിക്ക് ഒരു ശീലമായി മാറിയിരിക്കുക. മാള അരവിന്ദന്റെ പേര് നൽകാനാണ് പഞ്ചായത്ത് അജണ്ടയിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ മാള അരവിന്ദന്റെ പേരിൽ ഒരു സ്മാരകം വേണമെന്ന് 10 വർഷമായി മാള ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിട്ടും അത് നിർമ്മിക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മുൻ പ്രധാനമന്ത്രിയും പഞ്ചായത്ത് രാജ് നിയമനിർമ്മാണത്തിന്റെ ഉപജ്ഞാതാവുമായ രാജീവ് ഗാന്ധി മാളയിൽ എത്തി പ്രസംഗിച്ച സ്ഥലം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായാണ് അന്നത്തെ ഭരണസമിതി മാളക്കുളത്തിന് രാജീവ് ഗാന്ധിയുടെ പേര് നൽകിയത്. ആ പേര് മാറ്റി മാള അരവിന്ദന്റെ പേര് നൽകാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധം നടത്തുമെന്നും ടി.കെ. ജിനേഷ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ഭരണസമിതി തീരുമാനം തെറ്റാണെന്ന് ഇന്ന് ഇറങ്ങിപ്പോക്കിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം ജിയോ കൊടിയനും പ്രതികരിച്ചു. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേരിൽ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറായിരിക്കുന്ന സമയത്ത് ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന് പുറത്ത് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് പറഞ്ഞ് അവിടെ നാമകരണം ചെയ്ത ഒരു സ്ഥലമാണത്. ആ ഒരു സ്ഥലം പ്രളയത്തിൽ കുറച്ച് നാശനഷ്ടങ്ങൾ വന്നിട്ട് അത് പുതുക്കി പണിതതിൻ്റെ പേരിൽ പുതുക്കി പണിത് കഴിയുമ്പോൾ പുതുക്കി പണിത സ്ഥലത്തിന് മാത്രം മാള അരവിന്ദൻ്റെ പേര് കൊടുത്ത് മാള അരവിന്ദനെ അവഹേളിക്കാനുള്ളൊരു തീരുമാനമാണ് ഇന്നത്തെ ഭരണസമിതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്തായാലും കൂട്ടു നിൽക്കില്ല. കാരണം മാള അരവിന്ദൻ അങ്ങനെ ഒരു മൂലയ്ക്ക് കൊണ്ടിരിക്കാൻ പോരാ. 10 വർഷമായി മാള അരവിന്ദനൊരു സ്മാരകം പണിയാനായിട്ട് ഈ ഭരണസമിതി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ അതിന് സാധിച്ചിട്ടില്ല. എന്നിട്ട് രാജീവ് ഗാന്ധിയുടെ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു സാധനം പണിതെന്നും പറഞ്ഞിട്ട് ആ മൂലയ്ക്ക് മാള അരവിന്ദനെ കൊണ്ടിരുത്താന്ന് പറഞ്ഞാൽ അത് ഉചിതമായൊരു നടപടിയല്ല. നേരത്തെ പഞ്ചായത്തിന്റെ നീക്കം തെറ്റായ രീതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു. DCC സെക്രട്ടറി A.A. അഷ്റഫ് രൂക്ഷ വിമർശനമാണ് പഞ്ചായത്തിനെതിരെ ഉയർത്തിയത്. വരും ദിവസങ്ങളിൽ കടുത്ത സമരങ്ങൾക്കാണ് കോൺഗ്രസിന്റെ നീക്കം. മീഡിയ ടൈം, മാള.
മാളക്കുളത്തിന്റെ പേര് മാറ്റുന്നുവെന്ന കോൺഗ്രസിന്റെ വാദം തെറ്റിദ്ധാരണജനകമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ എന്നിവർ പറഞ്ഞു. നവീകരിച്ച മാളക്കുളത്തിന്റെ പാർക്കിനാണ് മാള അരവിന്ദൻ സായാഹ്ന പാർക്ക് എന്ന് നാമകരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ പ്രതികരിച്ചു. മാളയ്ക്ക് ഏറ്റവും കൂടുതൽ ആ രീതിയിലേക്ക് പേര് നൽകിയ കലാകാരനാണ് മാള അരവിന്ദേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാള ഗ്രാമപഞ്ചായത്ത് ശ്രീ മാള അരവിന്ദൻ സായാഹ്ന പാർക്ക്, മാള കുളം സായാഹ്ന പാർക്ക് എന്ന പേരാണ് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപ്രകാരം തീരുമാനമായി, അതുപ്രകാരം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെതിരെ വലിയ എതിർപ്പുകളുണ്ട്. പണ്ടൊക്കെ അവിടെ ഒരു കോർണറിൽ ബോർഡ് വെച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ ഒരു ബോർഡും മാറ്റാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ഈ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വരുന്ന ഹാളിന് അതിന് പേര് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് പരമേശ്വരൻ്റെ പേരാണ് ഇട്ടിരുന്നത്. അതിൻ്റെ കവനീയമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് വളരെ ആലേഖനം ചെയ്തിട്ടുണ്ട്. 9 വർഷത്തെ ഭരണത്തിനുള്ളിൽ ആ പേര് മാറ്റാൻ ഞങ്ങൾക്ക് ഒരു കടലാസ് വെച്ചാൽ മതി. പക്ഷേ എങ്കിൽ പോലും പരമേശ്വരൻ്റെ പേര് ഞങ്ങൾ മാറ്റിയിട്ടില്ല. അവിടെ നിൽക്കുന്ന രാജീവ് ഗാന്ധി സ്ക്വയർ എന്നുള്ള പേരും ഞങ്ങൾ മാറ്റുന്നില്ല. അവിടെ നിർമ്മിക്കപ്പെടുന്ന ആ പാർക്കിന് മാള അരവിന്ദേട്ടൻ്റെ പേരിടണം എന്നാണ് മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഇന്നത്തെ അജണ്ട പ്രകാരം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ പേരാണ് ഞങ്ങളതിൻ്റെ അനശ്വര കലാകാരൻ്റെ അദ്ദേഹത്തിൻ്റെ ആദരവിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് ആ രീതിയിലേക്ക് തീരുമാനമെടുത്തിട്ടുള്ളത്. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഇന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മാളക്കുളം നവീകരണം നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ 40 ലക്ഷം രൂപ ചെലവഴിച്ച് മോഡലാക്കി തന്നെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്ന ആ സ്ഥാപനം ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മാറ്റാനൊന്നും ഒരു ഉദ്ദേശം നമ്മൾ വെച്ചിട്ടില്ല. ആ പാർക്കിനെ മാള അരവിന്ദൻ, നമുക്കറിയാം മാളയെ നമ്മൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പറയുന്ന ഒരു മാള അരവിന്ദൻ്റെ നാടല്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും ഒരു സ്നേഹോപകാരമായിക്കൊണ്ട് തന്നെയാണ് മാള അരവിന്ദൻ്റെ സായാഹ്ന പാർക്ക്, മാളക്കുളം സായാഹ്ന പാർക്കിന് പേര് കൊടുക്കാനായിട്ടുള്ള തീരുമാനം. അത് നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്. തൃശൂർ ശക്തൻ ആകാശപാതയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീ പിടിച്ചു. കേച്ചേരി സ്വദേശി അൻസാറിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിയത്. ആളപായമില്ല. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സജീഷ് കെ, പ്രകാശൻ കെ, ഷാജു ഷാജി, ബിനോദ് നെൽസൺ, ഹോംഗാർഡ് ബേബി എന്നിവർ ചേർന്ന് തീയണച്ചു. രണ്ടാം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. ആലപ്പുഴ കാഞ്ഞിരംചിറ മണ്ണാംപറമ്പിൽ ബാബുവാണ് കോട്ടയത്ത് നിന്നും അറസ്റ്റിലായത്. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി ദേവികയാണ് കൊലപ്പെടുത്തിയത്. 1999 മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെത്തിയ പ്രതി പിന്നീട് ധ്യാന കേന്ദ്രത്തിന് സമീപത്തെ ചായക്കടയിൽ ജോലി ചെയ്തു. കടയുടമയുടെ വിശ്വാസം പിടിച്ചുപറ്റി സഹോദരിയെ വിവാഹം കഴിച്ചു. ഇവരുടെ സ്വർണവും 6 സെന്റ് സ്ഥലവും സ്വന്തമാക്കാനുള്ള ശ്രമത്തിനിടെയുണ്ടായ തർക്കത്തിൽ 2011 പ്രതിയുടെ വെട്ടേറ്റ് ഭാര്യ മരിച്ചു. തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ 2009 ഒക്ടോബറിൽ കൊരട്ടി പോലീസ് പിടികൂടി. 2011 ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും മുങ്ങി. കൊരട്ടി പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയത്ത് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപ് കാഞ്ഞിരപ്പള്ളിയിലെ പേപ്പർ മില്ലിൽ ജോലി നോക്കുന്ന സമയത്ത് പ്രതിയുടെ വിരൽ അറ്റുപോയിരുന്നു. പ്രതി ESI പെൻഷൻ വാങ്ങുന്നതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായി പ്രതി കോട്ടയത്തെ ഓഫീസിൽ എത്താറുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഈ ആവശ്യത്തിനായി എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. പ്രതി 3ലധികം വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. മീഡിയ ടൈം, കൊരട്ടി. ന്യൂ ഇയർ ആശംസ പറയാത്തതിനാൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. ആറ്റൂർ സ്വദേശി അക്കരപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്ന പാപ്പിയെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തെ ബന്ധുവീട്ടിൽ നിന്നുമാണ് ചെറുതുരുത്തി പോലീസ് പ്രതിയെ പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് ന്യൂ ഇയർ ആശംസകൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് ബൈക്ക് യാത്രികനായ ആറ്റൂർ വളവ് സ്വദേശി 22 വയസ്സുള്ള സുഹൈബിനെ പ്രതി ബ്ലേഡ് കത്തിക്കൊണ്ട് മുഖത്ത് മാരകമായി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. സുഹൈബിന്റെ മുഖത്തും കഴുത്തിലും കയ്യിലുമായി ശരീരത്തിൽ പലയിടത്തും ബ്ലേഡ് കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ മാരകമായ പരിക്കേറ്റിട്ടുണ്ട്. പാലപ്പള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. 2 ആഴ്ചയ്ക്കിടെയെ 3ാം തവണയാണ് ഇവിടെ പുലി ഇറങ്ങുന്നത്. പിള്ളത്തോട് ഗ്രൗണ്ടിന് സമീപത്താണ് വ്യാഴാഴ്ച രാവിലെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നത്.
പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലിയുടെ ആക്രമണത്തിലാണ് കുറുക്കൻ ചത്തതെന്ന പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ആഴ്ച തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയതിനു ശേഷം വനംവകുപ്പ് പുലിയെ കണ്ടെത്താനായി ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ജനവാസ മേഖലയിൽ നിരന്തരം പുലി ഇറങ്ങി ഭീതി പരത്തിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. ആറാട്ടുപുഴ പല്ലിശ്ശേരി അമ്പാടത്ത് വീട്ടിൽ രജീഷ്, പൊറുത്തുശ്ശേരി പുത്തൻതോട് കുന്നമ്പത്ത് വീട്ടിൽ അനൂപ്, പുല്ലൂർ കൊടിവളപ്പിൽ വീട്ടിൽ ഡാനിയൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. രജീഷ് 3 വധശ്രമ കേസുകളിൽ ഉൾപ്പെടെ 5ഓളം കേസുകളിലും, അനൂപ് വധശ്രമം, കഞ്ചാവ് വിൽപ്പന, കവർച്ച തുടങ്ങി 7ഓളം കേസുകളിലും, ഡാനിയൽ 4 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 6ഓളം കേസുകളിലും പ്രതിയാണ്. തൃശൂർ റേഞ്ച് DIG-യാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിഞ്ഞാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയകുമാർ, ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ്, ASI ജ്യോതിഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ദേവാലയത്തിൽ തിരുനാളിന് കൊടികയറി. ഫാദർ ഫെബിൻ കൊടിയൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് കുർബാന, ലതിഞ്ഞ്, നൊവേന, ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടന്നു. ജനുവരി 5 ഞായറാഴ്ചയാണ് തിരുനാൾ. തിരുനാൾ ദിനത്തിൽ കുർബാന, പ്രദക്ഷിണം, തിരുശേഷിപ്പ്, ആശീർവാദ ചടങ്ങുകൾ എന്നിവ നടക്കും. ഫാദർ പ്രിൻസ് പരത്തനാൽ, ഫാദർ നവീനൂക്കൻ, ഇടവക വൈദികർ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ദൈവമേ, ശതാബ്ദി ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ഞങ്ങളുടെ ഇടവക കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നൂറ്റാണ്ടിന്റെ പാരമ്പര്യം വഹിക്കുന്ന ഞങ്ങൾ ആത്മീയ ജീവിതത്തിന്റെ മാതൃകയും കാവൽക്കാരുമായി തീർന്ന ആഴമുള്ള വിശ്വാസ ജീവിതത്തിന് ഉടമകളായി തിരുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവരനെ പോലെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനും സഹജരോട് അനുകമ്പയോടെ വർത്തിക്കാനും ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകമായി ഞങ്ങൾ. മാളപ്പള്ളിപ്പുറം ഹാപ്പി ബാലവേദിയുടെ വാർഷികവും യുവകലാസാഹിതി മാളപ്പള്ളിപ്പുറം യൂണിറ്റ് രൂപീകരണ യോഗവും നടന്നു. റിട്ടയർഡ് AO KC ജഗജീവൻ ഉദ്ഘാടനം ചെയ്തു. KC സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ റഹ്മത്ത് ഷമീർ, AM ഹക്കീം, MB ഉണ്ണികൃഷ്ണൻ, ശ്രീധരൻ കടലായിൽ, ഫാത്തിമ നസ്രീൻ, അതുൽ കുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന കരിയർ ഗൈഡൻസ് ക്യാമ്പ് ട്യൂണിംഗ് പാസ്വേഡ് 2024-25 സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുലേഖ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PB രഘു, ഹെഡ് മിസ്റ്റർ ഷൈനി ആൻഡോ, B ജോഷി, KH ബിനി, B ജ്യോതി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് TK കുഞ്ഞുമോൻ, ഡോക്ടർ ഹൈദർ ഇക്ബാൽ എന്നിവർ ക്ലാസ് നയിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ അവബോധമുണ്ടാക്കുക, സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത സർക്കാർ സർവീസുകൾ നടത്തുന്ന മത്സര പരീക്ഷകളിൽ സാമ്പത്തികമായും സാമൂഹികമായും താഴെത്തൊട്ടുള്ള വിദ്യാർത്ഥികളെ കൂടി വിജയം നേടാൻ പ്രാപ്തരാക്കുക, അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ചാലക്കുടി പരിയാരം പഞ്ചായത്തിലെ ചങ്കൻകുടി ജംഗ്ഷനിൽ MP ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. 1,59,000 രൂപ ചെലവിലാണ് മിനി മാസ്റ്റ് സ്ഥാപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷയായി. ഡേവിസ് പോട്ടക്കാരൻ, ഡെന്നി ആന്റണി, സിനി ലോനപ്പൻ, ജോയ് കുറ്റിപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തലക്കീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ് തമിഴ്നാട് സ്വദേശിയായ കാർ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം.
മാള ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള മാളക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള ഭരണസമിതി നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന മാളക്കുളത്തിന്റെ നിലവിലുള്ള പേര് മാറ്റാനുള്ള നീക്കം നിഷേധാത്മകമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രണ്ടാം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. ആലപ്പുഴ കാഞ്ഞിരംചിറ മണ്ണാംപറമ്പിൽ ബാബുവാണ് കോട്ടയത്ത് നിന്നും അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.